പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഹറാമായ കാര്യങ്ങളാണ്, അത് ഹറാമാണ്, ഇത് ഹറാമാണ് എന്നൊക്കെ പല കാര്യങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ കള്ള് കുടിക്കാൻ പാടില്ല, അതെന്താണ്? ഹറാമാണ്. മോഷണം നടത്താൻ പാടില്ല, അതെന്താണ്? ഹറാമാണ്. ഇങ്ങനെ നമുക്ക് അറിയാം, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നറിയാം. എന്നാൽ നിത്യജീവിതത്തിൽ ഒരാളുടെ 24 മണിക്കൂർ ജീവിതത്തിൽ അവൻ അറിഞ്ഞും അറിയാതെയും, പ്രത്യേകിച്ച് അറിയാതെയൊക്കെ ചെയ്തു പോകുന്ന 17 ഹറാമായ കാര്യങ്ങളുണ്ട്. നമുക്കൊതൊന്ന് കേട്ടാലോ? ഇൻഷാ അല്ലാഹ് ഇത് കേട്ട് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അത് ഇനി മുതൽ ഞാൻ ചെയ്യില്ല, ഞാൻ തൗബ ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതണം. വെറുതെ ഇത് ക്ലാസ് കേട്ടുകൊണ്ടത് മാത്രം ഒന്നാവൂല. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന 17 ഹറാമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണെന്ന് പഠിച്ച് അത് നമുക്ക് ഇന്ന് തന്നെ അതൊക്കെ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിൽ ഫർള്, സുന്നത്ത് മുഅക്കദ, അതുപോലെ തന്നെ കറാഹത്ത്, ജായിസ്, ഫർള് ഐൻ, ഫർള് കിഫായ എന്നൊക്കെ പല പല നിയമങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ നിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിൻ്റെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ചില ചർച്ചകളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇന്നത്തെ ക്ലാസ് ഒരു ഫിഖ്ഹി മസ്അല പോലെയുള്ള ചർച്ചയാണ് കേട്ടോ. കുറച്ച് ഡ്രൈ ആണ്, എന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കേട്ടിരിക്കണേ. ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും തരട്ടെ. അതോടൊപ്പം തന്നെ പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഞങ്ങളുടെ വീട്ടിൽ ഒരു ആൺകുട്ടിയുണ്ട്, അവനിക്കിപ്പോൾ 2 വയസ്സ് ആകുന്നു, അപ്പോൾ ഈ സ്വർണം ഇടാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, കുട്ടികൾക്ക് സ്വർണം ഇടാം. അപ്പോൾ ഈ ആൺകുട്ടികളാണെങ്കിൽ എത്ര വയസ്സുവരെയാണ് സ്വർണം ഇടാൻ പറ്റുക? 3 ആണോ, 2 പൂർത്തിയാവണോ, അതില്ലെങ്കിൽ 2 തുടങ്ങുമ്പോഴാണോ, എപ്പോഴാണ് അത് ഉപയോഗിക്കാൻ പറ്റുക, എപ്പോഴാണ് അത് ഊരി മാറ്റേണ്ടത് എന്നുള്ള ചെറിയ സംശയങ്ങളൊക്കെ പലരും ചോദിച്ചിരുന്നു. അതിൻ്റെയൊക്കെ വ്യക്തമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, കരുണാവാരിധിയായ റബ്ബ് തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളൊക്കെ അനുസരിച്ച് ജീവിച്ച് അവസാനം മുഅ്മിനായി മരണപ്പെടാൻ സ്വർഗത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും മഹാസൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ കേട്ടിട്ടുള്ള ചില വാക്കുകളാണ് ഹറാമാണ്, ഹലാലാണ്, കറാഹത്താണ്, മുബാഹാണ്, സുന്നത്താണ്, അല്ലേ? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പലർക്കും അറിയില്ല എന്താണ് ഹറാം, എന്താണ് സുന്നത്ത്, എന്താണ് കറാഹത്ത്, എന്താണ് ഫർള്. ഇത് പലർക്കും വേർതിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ പന്നിയിറച്ചി തിന്നാൻ പാടില്ല, അതെന്താണ്? ഹറാമാണ്. കള്ളു കുടിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്നൊക്കെ അറിയാം. അപ്പോൾ ആ ഹറാമെന്ന് വാക്ക് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മക്കത്തെ പള്ളിക്ക് പറയുന്ന പേര് മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ മസ്ജിദുൽ ഹറം എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഹറാം അല്ലെങ്കിൽ ഹറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായത് എന്നാണ്. ഇപ്പോൾ നമ്മൾ മക്കത്തെ പള്ളിക്ക് മസ്ജിദുൽ ഹറം എന്ന് പറയാറുണ്ട്. ഹറം എന്നതിന് പുണ്യമുള്ളത്, പവിത്രമായത്, അല്ലെങ്കിൽ മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ നിഷിദ്ധമാണ്. അതെല്ലാ പള്ളിയിലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് മസ്ജിദുൽ ഹറമിന് ഒരുപാട് ശ്രേഷ്ഠത. നമ്മുടെ മറ്റു പള്ളികളെ പോലെയല്ല. അവിടെ ഒരാളോട് ദേഷ്യപ്പെടാൻ പാടില്ല, ഒരു മോശമായ ചിന്തയോ വാക്കോ നോട്ടമോ അവിടെ വരാൻ പാടില്ല. വന്നാൽ ഗുരുതരമായ തെറ്റാണ്. അത്രമാത്രം പവിത്രതയുള്ളത് കൊണ്ടാണ് ആ ഒരു പള്ളിക്ക് മസ്ജിദുൽ ഹറം എന്ന് പേര് വന്നത്. ഇനിയിപ്പോൾ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ ഫർള്, ഉദുവിൻ്റെ ഫർള്, കുളിയുടെ ഫർള് എന്നൊക്കെ. എന്താണ് ഈ ഫർള് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടാലോ? അതോടൊപ്പം തന്നെ നമ്മളൊക്കെ നിത്യജീവിതത്തിൽ, ഞാൻ എൻ്റെ 24 മണിക്കൂർ ജീവിതം, നിങ്ങൾ നിങ്ങളുടെ 24 മണിക്കൂർ ജീവിതം, ആ 24 മണിക്കൂർ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും, പ്രത്യേകിച്ച് അറിയാതെയൊക്കെ നമ്മൾ ചെയ്തു പോകുന്ന നിരവധി ഹറാമായ കാര്യങ്ങളുണ്ട്. 17ഓളം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഹറാമാണ്. ഇനി എന്താണ് ഹറാം? ആ ഹറാം പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഫർളിനെ കുറിച്ചാണ്. എന്താണ് ഫർള്? കേട്ടോ, പ്രവർത്തിച്ചാൽ പ്രതിഫലം ഉള്ളതും ഉപേക്ഷിച്ചാൽ
ശിക്ഷ ഉള്ളതുമായ കാര്യത്തിനാണ് ഫർള് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കേട്ടോ ഉമ്മമാരെ, ഉമ്മച്ചുമാർ പ്രത്യേകം കേട്ടോ, പഠിച്ചു വെച്ചു. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്നതാണ്. പലപ്പോഴും നിങ്ങൾക്കൊക്കെ മദ്രസയിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റാത്ത അവസരമായിരിക്കാം, അല്ലെങ്കിൽ ഇത് പഠിച്ചതാണെങ്കിലും മറന്നുപോയ ആളുകളുണ്ടാവാം. ഉപ്പമാരും ഉമ്മമാരൊക്കെ പഠിച്ചു വെച്ചോ. ഫർള് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ പ്രതിഫലം ഉള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഉള്ളതുമായ കാര്യത്തിനാണ് ഫർള് എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം. നമ്മൾ ചെയ്യുന്ന നിസ്കാരം അത് പ്രവർത്തിച്ചാൽ എന്തുണ്ട്? നമുക്ക് പ്രതിഫലമുണ്ട്. നിസ്കാരം ഉപേക്ഷിച്ചാൽ എന്താണ്? ശിക്ഷയുണ്ട്. ഇനി ഈ ഫർള് തന്നെ രണ്ട് വിധമുണ്ട്. ഒന്ന് ഫർള് ഐൻ, രണ്ട് ഫർള് കിഫായ. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഷ്ഠിക്കൽ എല്ലാവരുടെ മേലും നിർബന്ധമാണ്, ചെയ്യൽ എല്ലാവരുടെ മേലും നിർബന്ധമാണ്. ഇത് ഉപേക്ഷിച്ചാൽ ആ ഉപേക്ഷിച്ച ആളുകളൊക്കെ ശിക്ഷക്ക് അർഹരായി തീരും. ഉദാഹരണം നമസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ. നിസ്കാരം എൻ്റെ മേൽ ഫർളാണ്. ഏത് ഫർള്? ഫർള് ഐനാണ്. അതായത് ഞാനെന്ന വ്യക്തി ചെയ്യേണ്ട കാര്യമാണ് നിസ്കാരം. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് ഫർള് കിഫായ. എല്ലാവരും അനുഷ്ഠിക്കൽ നിർബന്ധം ഇല്ലാത്ത കാര്യമാണ്, എന്നാൽ ഒരാളെങ്കിലും ചെയ്തിരിക്കണം. ഒരാൾ ചെയ്താൽ ബാക്കിയുള്ളവരുടെ ആ ബാധ്യതയെല്ലാം ഒഴിവായി പോകും. ഉദാഹരണം പറഞ്ഞാൽ മയ്യിത്ത് നിസ്കാരം. ഒരാൾ മരണപ്പെട്ടു നമ്മുടെ നാട്ടിൽ, ആരും അയാൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുന്നില്ല, അയാളെ മറമാടുന്നില്ല എങ്കിൽ ആ നാട്ടിലെ എല്ലാവരും അതിൽ കുറ്റക്കാരാണ്, ശിക്ഷയുണ്ടാകും. എന്നാൽ ഒരാൾ മുന്നിട്ട് വന്നു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഒറ്റക്ക് ആ മയ്യത്തിനെ കുളിപ്പിച്ചു, ഒറ്റക്ക് തന്നെ കബറടക്കിയാൽ ബാക്കിയുള്ള എല്ലാവരും ആ ശിക്ഷയിൽ നിന്നും ഒഴിവാകും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തേത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ പ്രതിഫലം ഉള്ളതാണ്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്ത ഒന്നിനാണ് സുന്നത്ത് എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഉദു എടുക്കുന്ന സമയത്ത് നമ്മൾ പല്ല് തേക്കുക, അതെന്താണ്? സുന്നത്താണ്. അത് ചെയ്താൽ നമുക്ക് കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നും ഇല്ല. ഈ സുന്നത്തും രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് സുന്നത്ത് മുഅക്കദ, രണ്ട് സുന്നത്ത് ഗൈറു മുഅക്കദ. സുന്നത്ത് മുഅക്കദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രാധാന്യപൂർവ്വം നിർദ്ദേശിച്ച കാര്യമാണ് സുന്നത്ത് മുഅക്കദ. ഉദാഹരണം ബലിയറുക്കുക, അറഫ നോമ്പ്, ഇതൊക്കെ നബിതങ്ങൾ വളരെയധികം, ഇതൊക്കെ സുന്നത്താണ്, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ചെയ്തതാണ്. അതുകൊണ്ട് സുന്നത്ത് മുഅക്കദ എന്ന് പേര് വെക്കപ്പെട്ടു. സുന്നത്ത് ഗൈറു മുഅക്കദ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ വളരെ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത, നിർദ്ദേശിക്കാത്ത കാര്യമാണ്. ഉദാഹരണം ആഹാരത്തിന് മുമ്പ് കൈ കഴുകുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി പറയുക. ഇതൊക്കെ ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നുമില്ല, പക്ഷേ ചെയ്യലാണ് നല്ലത്. ഇനി മൂന്നാമത്തത് ഹലാൽ. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീഅത്ത്, നമ്മുടെ ഇസ്ലാം ദീൻ അനുവദിച്ച കാര്യം. ഉദാഹരണം പറഞ്ഞാൽ കല്യാണം, അല്ലേ? കല്യാണം അത് ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ല, പക്ഷെ എന്നാലും എന്താണ്? ചെയ്യലാണ് വേണ്ടത്. നാലാമത്തെ ഒരു വിഭാഗമുണ്ട് മുബാഹ് എന്ന് പറയും, അല്ലെങ്കിൽ ജായിസ് എന്ന് പറയും. ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയുമില്ല, കൂലിയുമില്ല. ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയുമില്ല, കൂലിയുമില്ല. അതിനാണ് ജായിസ് എന്ന് പറയുക, മുബാഹ്. ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചാൽ എന്താണ്? ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ കൂലിയുണ്ട്, അങ്ങനെയൊന്നുമില്ല. ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയില്ല, അതുപോലെ തന്നെ കൂലിയില്ല. പക്ഷേ ഈ കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് ചെയ്താൽ നമുക്ക് എന്തുണ്ട്? കൂലിയുണ്ട്. ഇനി അഞ്ചാമത്തെ വിഭാഗമാണ് കറാഹത്ത് എന്ന് പറയും. കറാഹത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം തടഞ്ഞ കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമസ്കരിക്കുമ്പോൾ പുരുഷന്മാർ തല തുറന്നിട്ട് നിസ്കരിക്കുക, തൊപ്പി വെക്കാതെ അല്ലെങ്കിൽ തല മറക്കാതെ നിസ്കരിക്കുക, അതെന്താണ്? കറാഹത്താണ്. അപ്പോൾ അത് ചെയ്താൽ, അതായത് ഈ തൊപ്പി വെച്ച് നിസ്കരിച്ചാൽ കൂലിയുണ്ട്, ഇനി തൊപ്പി ഇല്ലാതെ നിസ്കരിച്ചാൽ ശിക്ഷയൊന്നുമില്ല, എന്നാലും തൊപ്പി വെച്ച് നിസ്കരിക്കലാണ്, അല്ലെങ്കിൽ തലമറച്ച് നിസ്കരിക്കലാണ് പുരുഷന്മാർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ വിഷയം ഹറാം. ഹറാം എന്താണ്? ഹറാം പരിശുദ്ധമായ ഇസ്ലാം നിരുപാധികം തടഞ്ഞ കാര്യമാണ്. ഇത് ചെയ്താൽ ആ ചെയ്തവന് കഠിനമായ ശിക്ഷയുണ്ട്, നരക ശിക്ഷയുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉദാഹരണം മോഷണം നടത്തുന്നത് പോലെ, കൊലപാതകം ചെയ്യുന്നത് പോലെ, കള്ളു കുടിക്കുന്നത് പോലെ. ഇനി എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ പലപ്പോഴും ചെയ്തു പോകുന്ന ചില ഹറാമായ കാര്യങ്ങൾ.
ഇപ്പോൾ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം, ഒരാളെ കൊല്ലാൻ പാടില്ല എന്ന് നമുക്കറിയാം, മോഷ്ടിക്കാൻ പാടില്ല എന്നറിയാം. ഇതൊക്കെ എന്താണ്? ഹറാമാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഹറാമായ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. കേട്ടോ, ഒന്നാമത്തേത്, മൊത്തം 17 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ. തുപ്പൽ, ഈ ഉമിനീരുണ്ടല്ലോ, ഉമിനീര് നമ്മൾ വിരലിൽ ഈ ഉമിനീര് ഇങ്ങനെ എടുത്ത്, അങ്ങനെയുള്ളത് ഈ കുട്ടികളൊക്കെ പേജ് മറിക്കുന്നത് കണ്ടിട്ടില്ലേ, പുസ്തകത്തിൻ്റെ പേജ്, അല്ലെങ്കിൽ ചില ആളുകൾ നോട്ടൊക്കെ എണ്ണുമ്പോൾ ഇങ്ങനെ നാവിൽ തൊട്ടിട്ട് എണ്ണും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം എന്താ, ഈ നോട്ട് എന്ന് പറഞ്ഞാൽ, പൈസ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പിടിക്കുന്ന സാധനമല്ലേ അല്ലേ. ഒരുപാട് ആളുകൾ ഇങ്ങനെ കൈ മറിഞ്ഞു പോകുന്ന ഒരു വസ്തുവാണ് ഈ പൈസ. ഒരിക്കലും പൈസ നമ്മൾ ഈ പൈസ തൊട്ട കൈ കൊണ്ട് നാവൊന്നും തൊടരുത്, ചുണ്ടൊന്നും തുടക്കരുത്. പൈസ എടുത്താൽ അത് കൈ കഴുകണമെന്നാണ്. കാരണം എന്താ, ഒരുപാട് അണുക്കൾ അതിന് ഉണ്ടാകും. എന്തുമാവട്ടെ, അപ്പോൾ പറഞ്ഞു വന്നത്, ഉമിനീര് തൊട്ട് നമ്മൾ തുപ്പൽ കൊണ്ട് ഒരിക്കലും വിശുദ്ധമായ ഖുർആനിൻ്റെ പേജുകൾ മറിക്കാൻ പാടില്ല. നാവ് കൊണ്ട് തൊട്ടിട്ട് മറിക്കുന്നു, പിന്നെ നാവ് കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യും. ഉമിനീര് ഒരിക്കലും നമ്മുടെ ഖുർആനിൽ നമ്മൾ മനഃപൂർവ്വം തേച്ച് പിടിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തൊടാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ചിലപ്പോൾ 2 ഉമിനീരൊക്കെ ചിലപ്പോൾ തെറിച്ചേക്കാം, അത് അല്ലാഹു തആല പുറത്തു തരും. പക്ഷേ മനഃപൂർവ്വം നമ്മൾ ഈ പേജ് മറിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തൊട്ടിട്ട് നമ്മൾ മറിക്കാൻ പാടില്ല. അത് ഹറാമാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, നിസ്കാരം, പരിശുദ്ധമായ നമസ്കാരം. നിസ്കാരം മനഃപൂർവ്വം, അതായത് കാരണങ്ങളൊന്നുമില്ലാതെ വൈകിപ്പിക്കുക. എത്രയോ ആളുകൾ, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ പലരും ഒക്കെ പലപ്പോഴും ചെയ്തു പോകുന്ന ഒരു അബദ്ധമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമസ്കാരം ഒരു കാരണവുമില്ലാതെ, ഇപ്പം എന്തെങ്കിലും രോഗമായി, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസായി, ഇപ്പം എന്തെങ്കിലും കാരണമല്ല, പെട്ടെന്ന് ഉറങ്ങിപ്പോയി, പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ കാരണമില്ലാതെ നമസ്കാരം വൈകിപ്പിക്കൽ ഹറാമാണ്. മൂന്നാമത്തേത്, മനഃപൂർവ്വം നിസ്കാരം ഖളാ ആക്കുക. അത് ഹറാമായ കാര്യമാണ്. മനഃപൂർവ്വം ഒരു കാര്യമില്ല, വെറുതെ മൊബൈലിൽ റീൽസ് കണ്ട് ഇങ്ങനെ ഇരുന്നു, വെറുതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി വെറുതെ സമയം കളഞ്ഞു, നിസ്കാരം ഖളാ ആയി. അത് ഹറാമാണേ, ഭയങ്കരമായ ശിക്ഷയാണ്. നാലാമത്തേത്, കച്ചവടത്തിൽ, നമ്മൾക്ക് നിത്യജീവിതത്തിൽ കച്ചവടം ചെയ്യുന്നവരാണ്, കച്ചവടത്തിൽ വഞ്ചന, പൂഴ്ത്തിവെപ്പ്, കൊള്ളലാഭം, ചതി, പറ്റിക്കുക, ഇതൊക്കെ ചെയ്യൽ എന്താണ്? ഹറാമാണ്. അഞ്ചാമത്തേത്, പലിശ വാങ്ങുക, പലിശ കൊടുക്കുക. അതൊക്കെ നമ്മൾ എത്രയോ ആൾക്കാരാണ് നമ്മുടെ വീട്ടിൽ പലിശക്കാർ വന്നത്, പലിശക്ക് പൈസ എടുത്തിട്ട് അല്ലേ ഉണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ഉമ്മയോ ഉപ്പയോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഓണക്കെടുത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേഗത്തിൽ അടിച്ചു തീർത്തിട്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്യണം. പടച്ചോനെ, പറ്റിപ്പോയതാണ് റബ്ബേ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസരത്തിൽ എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് തൗബ ചെയ്യണോട്ടോ, അല്ലെങ്കിൽ അള്ളാഹു തആല പൊറുക്കൂല. അപ്പോൾ നമുക്കറിയാം, ഏത് മേഖല എടുത്തു നോക്കിയാലും നമുക്കിപ്പോൾ ലോൺ എടുക്കാതെ നടക്കില്ല എന്നുള്ള അവസ്ഥയായി. എന്താണ്, നിവൃത്തികേട് കൊണ്ടാണ് പലരും എടുത്തു പോകുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേഗത്തിൽ തീർത്തിട്ട്, ഇനി ആരും അങ്ങോട്ട് പെട്ടുപോകരുത്. അങ്ങനെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ അത് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ആറാമത്തേത്, വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം, പുരുഷന്മാർ സ്വർണം ധരിക്കുക. അത് ഹറാമായ കാര്യമാണ്. പുരുഷന്മാർ സ്വർണം ധരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ. ഇപ്പം ഈ പറയുന്ന ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ ഉമ്മയും ഉപ്പയും അവരുടെ വീട്ടിൽ നോക്കുക, 2 വയസ്സിന് മുകളിലുള്ള, 2 വയസ്സ് പൂർത്തിയായ ചെറിയ കുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ടാകും, പെൺകുട്ടികളല്ല ആൺകുട്ടികളുണ്ടാകും. അവരുടെയൊക്കെ കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ചിലപ്പോൾ സ്വർണത്തിൻ്റെ വളയോ മാലയോ പാദസരമോ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഊരി മാറ്റൽ നിർബന്ധമാണ്. കുട്ടിക്ക് അതിൻ്റെ ശിക്ഷ ഉണ്ടാവില്ല, അത് ഇട്ടുകൊടുത്ത രക്ഷിതാക്കൾ, വാപ്പയോ ഉമ്മയോ വല്ലുമ്മയോ ഒക്കെ ആയിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷക്ക് പാത്രീഭൂതരാവുക. അതുകൊണ്ട് 2 വയസ്സ് പൂർത്തിയായ ആൺകുട്ടികൾക്ക് നമ്മൾ എന്ത് പാടില്ല? ഈ സ്വർണത്തിൻ്റെ ആഭരണം പാടില്ല. ഈ കയ്യിലും കാലിലൊക്കെ ഈ ചങ്ങല ഇടുന്ന ഒരു പരിപാടിയുണ്ട്, ചങ്ങല പോലത്തെ സാധനങ്ങൾ കിട്ടുന്ന, അതൊക്കെ എന്താണ്? മുറുവത്ത് കേടാൻ. അതൊക്കെ നല്ലതല്ല എന്നാണ്. ചില ആൾക്കാർ കയ്യിൽ ഇങ്ങനെ ഒരു വള, ഇടിവള, അല്ലെങ്കിൽ എന്താ കയ്യിലൊരു ചങ്ങല, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പുരുഷന്മാർക്ക് സുന്നത്ത് എന്താണ്? ഒരു വെള്ളിയുടെ ഒരു മോതിരം ഇടുക, അത് സുന്നത്താണ്. അതുപോലെ അല്ലാതെ കഴുത്തേലും കാലയിലും കയ്യിലും ഒക്കെ ചില ആൾക്കാർ കമ്മലിട്ടിരിക്കും. ഞാൻ എൻ്റെ മുസ്ലിം സഹോദരന്മാരോടാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ട്രെൻഡാണ്, എന്തൂട്ട് ട്രെൻഡ്, വേറെ വൃത്തികേടെന്നല്ലാതെ വേറെ എന്ത് പറയാൻ. അതായത് ചില ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന ആണും പെണ്ണും ഒക്കെ കണക്കാണ്. അതിൽ ഈ കാലിൽ ഇടത് കാലോ അല്ലെങ്കിൽ വലത് കാലിലോ ഒരു കാലിൽ മാത്രം ഒരു കറുത്ത ചരട് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? പല അർത്ഥങ്ങളും പറയുന്നുണ്ട്, അല്ലാഹു ആലം.
അതൊക്കെ എന്താ ഒരു വളരെ മോശമായ, അത് കെട്ടിയത് കൊണ്ട് ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ അതൊരു പരിഹാസ്യമാകുന്നൊരവസ്ഥയാണ്. അങ്ങനെയുള്ള കോമാളിത്തരങ്ങളൊന്നും ചെയ്യാൻ നമ്മൾ നിൽക്കണ്ട. ഏഴാമത്തേത്, വിശുദ്ധമായ ഖുർആൻ വുദു ഇല്ലാതെ എടുക്കുക, അത് ഹറാമാണ്. എട്ടാമത്തെ കാര്യം, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ കളിയാക്കുക, അല്ലെ റീൽസിലൂടെ പോസ്റ്റിലൂടെയൊക്കെ പള്ളിയെ കളിയാക്കുക, ഉസ്താദുമാരെ കളിയാക്കുക, അല്ലെ താടി, തൊപ്പി, നിസ്കാരം, അതുപോലെ ഹജ്ജ്, ഉംറ, ഖുർആൻ, അതിനൊക്കെ പരിഹസിക്കുന്ന പല ആളുകളുണ്ട്. ബാങ്കിനെ പരിഹസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവരൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്കണേ, അത് ഹറാമാണ്. ഒമ്പതാമത്തേത്, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം കൈകൾ തൊടുക, അല്ലെങ്കിൽ എന്താണ് മോശപ്പെട്ട സംസാരം, അതെന്താണ് ഹറാമായ കാര്യമാണ്. പത്താമത്തേത്, പരദൂഷണം, ഏഷണി, കുറ്റം പറച്ചിൽ, കളവ് പറയുക, അത് ഹറാമാണ്. 11ാമത്തേത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിറകിലൂടെ സംയോഗം ചെയ്യുക, അത് പാടില്ല, അത് ഹറാമാണ്. ഗുദഭോഗം എന്ന് പറയും, അത് തെറ്റാണ്. 12ാമത്തേത്, പന്നി മാംസം കഴിക്കുക. നമ്മൾ ആരും അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പന്നി മാംസം വിളമ്പുന്ന ഒരു സൽക്കാരമാണെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കലാണ് നല്ലത്. 13ാമത്തേത്, രക്തം കുടിക്കുക. രക്തം നമുക്ക് എന്താണ് ദാനം ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ രക്തം കുടിക്കുന്ന ആൾ ഇപ്പോൾ കൈയൊക്കെ പറഞ്ഞ അപ്പം തന്നെ വായിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉറിഞ്ചുന്ന ചില സ്വഭാവമുണ്ട്. എന്തൊരു സ്വഭാവം, അത് കൊള്ളൂല, അത് കൊള്ളൂല്ലാത്ത സ്വഭാവം. അത് കൈ കഴുകുക, കുറച്ച് വെള്ളം കുടിക്കുക, ആ ഇത് നിൽക്കാൻ, രക്തം നിൽക്കുക. അല്ലാതെ കൈ മുറിഞ്ഞാൽ അപ്പം തന്നെ വായിലേക്ക് വെക്കുന്നൊരു സ്വഭാവം അത് നമുക്ക് ചേർന്നതല്ല. 14ാമത്തേത്, കള്ളുകുടി പാടില്ല, അതാണ്. മദ്യപിക്കാതിരിക്കുക, മദ്യപിക്കുന്നത് ഹറാമാണ്. 15ാമത്തേത്, സ്ത്രീകൾ, ഉമ്മമാർ, സഹോദരിമാർ അവർ മുടിയൊക്കെ കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക, അത് പാടില്ല. അത് നമ്മുടെ ദീനിന് നിരക്കാത്തതാണ്. സ്നേഹത്തോടെ ഉണർത്തുകയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യരുത്. ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യും, ഞങ്ങളുടെ റൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് നടക്കാം, ഒരു കുഴപ്പമില്ല. അത് അള്ളാഹു താല അവിടെ ചെലവ് പിടിക്കും. 16ാമത്തേത്, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഇറുകിയ വസ്ത്രം ധരിച്ച് നടക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇറുകിയ വസ്ത്രം, പർദ്ദയൊക്കെയാണ് ഞങ്ങൾ പർദ്ദ ഇടുന്നത്, പക്ഷെ ഇറുകിയ വസ്ത്രമാണെങ്കിൽ അതെന്താണ് ഹറാമിൻ്റെ ഭാഗത്തേക്ക് വരും. പുരുഷന്മാരെ നമ്മളും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇറുകിയ വസ്ത്രം അത് നമ്മുടെ ശരീരത്തിന് തന്നെ കേടാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 17ാമത്തേത്, എന്തെങ്കിലും ഒരു കാര്യസാധനത്തിന് വേണ്ടി, ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി നുണ പറയുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് കച്ചവടക്കാരൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോകുന്ന പല ഹറാമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറാമെന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ശിക്ഷയുണ്ട്, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്തു പോകുന്ന ഹറാമായ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഖുർആനൊക്കെ ഓരോ പേജും നമ്മൾ മറിക്കുന്ന സമയത്ത് മറിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ ഈ തുപ്പൽ തൊട്ടിട്ട് നമ്മൾ കൈകൊണ്ട് മറിക്കുന്ന സ്വഭാവം ആർക്കും പാടില്ല, അത് ഹറാമായ കാര്യമാണ്. ആ ഖുർആൻ മാത്രമല്ല, ഖുർആൻ എന്ത് ചെയ്യുക, ഈ ഒന്നുമില്ലാതെ എടുക്കുക, ഷാഫി മദ്ഹബ് പ്രകാരം അത് പാടില്ല, അത് ഹറാമാണ്. ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഹറാമായ കാര്യം എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഇസ്ലാമിൽ ഹലാലായ കാര്യം, എന്താണ് ഹലാല്, എന്താണ് കറാഹത്ത്, എന്താണ് ജായിസ്, എന്താണ് സുന്നത്ത്, അതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഇപ്പോൾ ഈ ഹറാമായ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു 17 കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഹറാമായത്. ഇപ്പോൾ കമൻറ്റിൽ തന്നെ ഉസ്താദെ അത് ചെയ്യൽ ഹറാമാണോ, ഇത് ചെയ്യൽ ഹറാമാണോ, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമ്മളൊന്ന് നോക്കുക, ഇസ്ലാം ദീൻ, നമ്മുടെ മതം ഇത് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പാടില്ലെന്നാണോ, അത് പാടില്ല, അത് ഹറാമാണ്. ഇന്നത്തെ കാലത്ത് ഇസ്ലാം എന്താണോ പറയാത്തത്, അള്ളാഹും റസൂലും എന്താണോ പറയാത്തത്, അത് ചെയ്യലാണ് ട്രെൻഡ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് നമ്മുടെ ദീനിന് നിരക്കുന്നതാണോ അല്ലയോ എന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞു മരിക്കാൻ റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അനവധി ആളുകൾ അതേ പ്രത്യേകം ദുആരക്കണേ, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളാണ് എന്ന് പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദൂരീകരിച്ച് തരുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.